ആഭ്യന്തര കുറ്റവാളി സ്റ്റാറിംഗ് ആസിഫ് അലി കുറെ കോടതി പ്രശ്നങ്ങൾക്ക് ശേഷം ഇറങ്ങിയിരിക്കുകയാണ്. ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സിനിമ എന്ന രീതിയിലാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. യെസ്, ഇതിലെ കണ്ടന്റ് അത് തന്നെയാണ് സംസാരിക്കുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. കോടതിയിൽ ആണുങ്ങൾ എവിടെയൊക്കെ തോൽപ്പിക്കപ്പെടുന്നു, പെണ്ണുങ്ങളുടെ ഭാഗം ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഫ്ലാറ്റ് റൈറ്റിംഗ് ആൻഡ് വീക്ക് എക്സിക്യൂഷൻ ഈ ഒരു ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമേനെ ഒരു ഡിസപ്പോയിന്റിംഗ് വെഞ്ചർ ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഈ ഒരു കണ്ടന്റിനെ എത്രയോ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം, പക്ഷേ ഈ ടീം അവതരിപ്പിച്ച രീതി വളരെ മോശമായിട്ടായിരുന്നു. ഇതിൽ അവര് സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടറിലൂടെ ഈ ഒരു സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. ഹരിശ്രീ അശോകന്റെ ക്യാരക്ടറിലൂടെ ആ സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. വേണമെങ്കിൽ അവർക്ക് ഒറ്റ ഒരു ക്യാരക്ടറിലൂടെ കാണിച്ച് വേണമെങ്കിൽ അതും വളരെ വൃത്തിക്ക് കാണിക്കായിരുന്നു. ഇതിൽ കുറെ സീക്വൻസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ട് ആ കണ്ടന്റിനെ പറ്റി പറയാനായിട്ട്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഭംഗിയായിട്ടാണ് ആസിഫ് അലി ആ ഒരു സംഭവത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അതാണ് കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തത്. സഹദേവൻ എന്ന ക്യാരക്ടർ ആസിഫ് അലി നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റിംഗ്, ഡയറക്ഷൻ, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഷോ ആയിക്കോട്ടെ, ആസിഫ് അലി ആ ഒരു ഹോൾ സിനിമയെ സ്വന്തം ഷോൾഡേഴ്സിൽ കൊണ്ടുപോയിട്ടുണ്ട്. 2 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, ഹരിശ്രീ അശോകൻ ഇവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായി. പക്ഷേ നേരത്തെ പറഞ്ഞ വീക്ക് റൈറ്റിംഗ് ആയതുകൊണ്ട് ഇവരുടെ റോൾസും ഭയങ്കര ഫോർഗറ്റബിൾ ആയിരുന്നു. പിന്നെ ഇതിലൊരു സെക്കൻഡ് നായികയുണ്ട്, ലോയറിന്റെ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലെ മെയിൻ നായിക കാട്ട ശോകമായിരുന്നു. ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന പോലെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. അസീസ്, ആനന്ദ് മന്മഥൻ, ആസിഫലിയുടെ ഫ്രണ്ട്സ് ആയിട്ട് ഓക്കെ ആയിട്ടേ തോന്നിയുള്ളൂ. പിന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, നീരജ് രാജേന്ദ്രൻ ആസിഫലിയുടെ പാരന്റ്സ് ആയിട്ട് നന്നായിരുന്നു. ജഗദീഷിന്റെ ക്യാരക്ടറും ഭയങ്കര വേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി ഫോർഗറ്റബിൾ ആണ്. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടി ഇൻപുട്സ് ആഡ് ആവുന്നത്. പക്ഷെ അതും വലിയ കാര്യമായിട്ട് തോന്നിയില്ല. പിന്നെ സിനിമയുടെ ക്ലൈമാക്സ് അതും വലിയ രീതിയിൽ കണക്ട് ആയിട്ടേ ഇല്ല. ആസിഫലിക്ക് ശേഷം ഇതിൽ രാഹുൽ രാജിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് നല്ല രീതിയിൽ ഇന്റൻസിറ്റി തന്നായിരുന്നു. പിന്നെ ഇതിലൊരു തുടക്കത്തിലൊരു പാട്ടുണ്ട്, അതും വളരെ നന്നായിട്ട് തോന്നി. സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, കളർ ഗ്രേഡിങ് എല്ലാം ഒരു 10-15 വർഷം മുന്നേ ഏതൊരു ടീം ഒന്നും ചെയ്ത ഒരു ഫീൽ കിട്ടിയത്. ഈ സിനിമയുടെ എക്സിക്യൂഷനും അതേപോലെ തന്നെയാണ് തോന്നിയത്. ഒരു ക്വാളിറ്റി തോന്നിയില്ല. ഓവറോൾ ഈ സിനിമ കാണുവാണെങ്കിൽ അത് ആസിഫ് അലിക്ക് വേണ്ടി മാത്രമായിരിക്കണം. ഈ കണ്ടന്റ് നല്ലതായിരുന്നെങ്കിൽ ഞാൻ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറഞ്ഞേനെ. പക്ഷെ അതും ഒരു വീക്ക് ഫാക്ടർ തന്നെയായിരുന്നു ഈ സിനിമയുടെ.